ഹായ്, ഞാൻ അശ്വതി ഉഷസ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗേൾസിൽ ഭൂരിഭാഗം ഗേൾസും ഇൻക്ലൂഡിങ് മീ നമുക്കിങ്ങനെ തോന്നാറുണ്ട്, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നല്ല ബ്യൂട്ടി വ്ളോഗേഴ്സ്, ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ മേക്കപ്പ് ഒക്കെ ഇടുന്നതൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് അവരുടെ സ്കിൻ പോലെ നമ്മുടെ സ്കിൻ ആവുന്നില്ലല്ലോ, ഞാൻ എന്തൊരു കോലം കെട്ട കോലത്തിലായിരിക്കുന്നത്, അവരെന്ത് ബ്യൂട്ടിഫുള്ളാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ആക്ച്വലി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാണ്ടാവും, നമ്മളൊരു ഫെയിലിയർ ആണെന്ന് തോന്നുകയൊക്കെ ചെയ്യും. ഇതിനെക്കുറിച്ച് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ കുറച്ച് മേക്കപ്പിൻ്റെ വീഡിയോസും ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം വാട്ട് ഗോസ് ബിഹൈൻഡ് ദ ക്യാമറ എന്നുള്ളത്. ഉള്ള കമ്പാരിസൺ തോട്ട്സൊക്കെ വരിക എന്നുള്ളത് വളരെ നാച്ചുറലാണ്. കാരണം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ എറായിൽ ഏതോ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ലൈക്ക് ഏത് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അവരുടെ വീഡിയോസ് നല്ല ഭംഗി ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് നല്ലതായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. സോ നമുക്ക് ഏത് ആൾക്കാരുടെ അടുത്ത് നോക്കുകയാണെങ്കിലും അവർ വൃത്തിയില്ലാത്തൊരു കോലത്തിൽ വന്ന് വീഡിയോ എടുക്കില്ല. അത്യാവശ്യം പ്രസൻറ്റബിളായിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നത്. ഞാൻ ഇൻക്ലൂഡിങ് മീ, ഞാനും അങ്ങനെ തന്നെ നല്ല പ്രസൻറ്റബിളായിട്ട് തന്നെ വീഡിയോയിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കൂടുതലും കമ്പയർ ചെയ്യുന്നത് ഒരു പ്രസൻറ്റബിളായിട്ടുള്ള അങ്ങനെയുള്ളൊരു വേർഷനാണ് നമ്മൾ നമ്മുടെ നോർമൽ വേർഷനായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രിയേറ്റർ നല്ല ലൈറ്റിങ്ങിലും നല്ല ആംഗിളിലും നല്ല മേക്കപ്പിലും ആയിരുന്നായിരിക്കും വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ബെഡിൽ കിടന്ന് എണീറ്റ പാടുള്ളൊരു കോലത്തിലായിരിക്കും ഞാൻ അത് കാണുക ആ വീഡിയോ. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ കറണ്ട് വേർഷനുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മുടെ കമ്പാരിസണിൻ്റെ മിസ്റ്റേക്കാണ്. ഇനി ആസ് എ ക്രിയേറ്റർ ഞാൻ പറയട്ടെ, എല്ലാവരും ലൈറ്റിങ്ങിൽ ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആണെങ്കിലും നാച്ചുറൽ ലൈറ്റിംഗ് ആണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം, ഓരോ പ്രാവശ്യം ഞാൻ ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുമ്പോഴും അത് എയ്തർ ആ വിൻഡോൻ്റെ സൈഡിലിരുന്നിട്ടായിരിക്കും ചെയ്യുക, പകലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ വാഷ് ബേസിൻ്റെ മുകളിലൊരു ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തു നിന്നും വീഡിയോ എടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാ ക്രിയേറ്റേഴ്സും ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ചിലർ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റിലൊക്കെ ചെറിയൊരു ബ്ലെമിഷസ് പോലും അല്ലെങ്കിൽ ചെറിയ പിമ്പിൾ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്കും ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് സ്കിന്ന് വളരെ ക്ലിയർ ആയിട്ട് തോന്നും. അതിൻ്റെ അർത്ഥം ഈ ക്രിയേറ്റേഴ്സിൻ്റെ സ്കിന്ന് ഭയങ്കര ഫ്ലോലെസ് ആണ്, ഭയങ്കര സ്മൂത്താണ്, ആൻഡ് നമ്മുടെ സ്കിന്ന് ഭയങ്കര പൊട്ടയാണ് എന്നല്ല. നമ്മളാണെങ്കിലും നല്ലൊരു ഹാർഷ് ലൈറ്റുള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര, നമ്മൾ ഈ ട്രയൽ റൂംസിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മളെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് തോന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ ചുറ്റിനും ലൈറ്റൊക്കെ വെച്ച മിററിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നില്ലേ? അത്രയേ ഉള്ളൂ. കുറച്ച് വീഡിയോസിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു കമൻറ്റ്സിൽ, നല്ല സ്കിന്നാണല്ലോ സ്കിൻ കെയർ റൊട്ടീൻ പറയാമെന്നുള്ളത്. ഐ ഡു ഹാവ് എ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. അത് എൻ്റെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ ബോഡിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എൻ്റെ സ്കിൻ ഭയങ്കര ഫ്ലോലെസ് ആണ്. ഇപ്പോൾ ക്ലോസപ്പായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ സ്കിന്നിൽ ഒരുപാട് ബ്ലെമിഷസും ഹെയറും അതുപോലെ പിമ്പിളും ഒക്കെ ഉണ്ട്, ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ എൻ്റെ ലൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ്, ഈ ഒരു ആംഗിൾ ആൻഡ് ഈ ഒരു ലൈറ്റിങ്ങിൽ. വലിയ ലൈറ്റിംഗ് ഒന്നുമല്ല, സാധാരണ നമ്മൾ വാഷ് ബേസിനിൽ കാണുന്ന ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. സാധാരണ വാഷ് ബേസിൻ്റെ മുകളിലുള്ള ഒരു ലൈറ്റ്, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം പിമ്പിൾ കാണാം, പക്ഷെ അത് ഞാൻ കൺസീലർ ഇട്ട് മറയ്ക്കും. പിന്നെ യു ക്യാൻ സീ ദ ഡിഫറൻസ് അല്ലേ, എത്രത്തോളം ലൈറ്റ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. അല്ലേ, ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവാം. റൂമിലെ ലൈറ്റ് ഇട്ടിട്ട് ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനത്തെ രീതിയിൽ ഞാൻ ഒരിക്കലും വീഡിയോ എടുക്കില്ല. ഇപ്പോൾ ഈ ഡെമോ കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ആംഗിളിലാണ് എടുക്കണേ എന്നുള്ളത്. എവ്രി വൺ ഹാസ് ദെയർ ഓൺ ആംഗിൾസ് അല്ലേ. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഈ ആംഗിൾ മതി, ഈ സൈഡ് മതി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എല്ലാവരും അവരവരുടെ സൈഡ് തന്നെയാണ് കൂടുതലും കാണിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ കുറേ മുഖക്കുരുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഈ ആംഗിളിൽ നിന്നായിരിക്കും വീഡിയോ എടുക്കുക. അയ്യോ എനിക്കിത് കാണിക്കണ്ട, ഈ ആംഗിളിൽ നിന്നായിരിക്കും വീഡിയോ എടുക്കുക. അതിൻ്റെ അർത്ഥം ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് എപ്പോഴും പിമ്പിൾസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഒരു മെയിൻ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിൽറ്റേഴ്സും എഡിറ്റിങ്ങും അത്രയും ഹെവിയാണ്. ഒരുപാട് ആൾക്കാർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. ഫിൽറ്റേഴ്സ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും ഫിൽറ്റർ ആണെന്നുള്ളത്. പിന്നെ എഡിറ്റിംഗ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ നിറം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ഭയങ്കരമായിട്ടുള്ള എഡിറ്റഡ് വേർഷനെയാണ് നമ്മളുടെ റോ വേർഷനായിട്ട് കമ്പയർ ചെയ്യുന്നത്.
അത്ര ആലോചിച്ചാൽ മതി. ഈ വീഡിയോ ആക്ച്വലി എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം എനിക്കും സ്ഥിരം തോന്നാറുണ്ട്, അയ്യോ എന്തൊരു ഭംഗിയാണ് ആ ആളെ കാണാൻ, എനിക്ക് ആ ഭംഗിയില്ലല്ലോ, എനിക്കത് അതുപോലെ നല്ല സ്കിന്നില്ലല്ലോ, ക്ലിയർ സ്കിന്നില്ലല്ലോ എന്ന് എനിക്കും തോന്നാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ എനിക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് എ റിമൈൻഡർ.